US ആസ്ഥാനമായ നിക്ഷേപ ഗവേഷണ സ്ഥാപനമായ ഹിൻഡൻബർഗ് ഒരു റിപ്പോർട്ട് പുറത്തു വന്നേക്കുന്നു. അത് സെബിയുടെ ചെയർമാനും അവരുടെ ഭർത്താവുമൊക്കെ ഈ ധവൽ ബുച്ചും ഈ അദാനിയുടെ കമ്പനി കടലാസ് കമ്പനിയാണ് അവിടെ നിക്ഷേപം നടത്തിയെന്ന് പറയുന്നു. സെബി പിന്നീട് അത് നിഷേധിച്ചു, അങ്ങനെ ഇല്ല എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഇത് ഒരു വലിയ വിവാദമാക്കി മാറ്റിക്കൊണ്ടേയിരിക്കുന്നു. വാസ്തവം എന്താ? അല്ല, ഈ നതാൻ ആൻഡേഴ്സൺ എന്ന് പറയുന്ന ഒരു അമേരിക്കക്കാരൻ തുടങ്ങിയ കമ്പനിയാണ്. കമ്പനി എന്ന് പറയാമെന്ന് എനിക്കറിയാമല്ല. ഹിൻഡൻബർഗ് എന്ന് പറഞ്ഞാൽ ഈ വലിയ ആസ്ഥാനമൊന്നുമില്ലാത്ത നമ്മളവർക്ക് വലിയൊരു കമ്പനി എന്നൊക്കെ പറയുമ്പോൾ ഏതാണ്ട് പെട്ടിക്കട സെറ്റപ്പിലൊരു സാധനമാണ്. ഇതൊരു തട്ടിപ്പ് കമ്പനിയാണ്. അതായത് അത് പറയുമ്പോൾ നമ്മൾ അറിയേണ്ടത് ഈ ഷെയർ മാർക്കറ്റിനെ കുറിച്ചറിയാം. ഓഹരി വിപണി സാധാരണക്കാരെന്ന് പറയും. ഞാൻ വളരെ ലളിതമായി പറയുകയാണ്, ഇതിൻ്റെ എക്സ്പേർട്ടൊന്നുമല്ല ഞാൻ മനസ്സിലാക്കിയ കാര്യം പറയാം. അപ്പോൾ നമ്മൾ ഓഹരി വാങ്ങുന്നു, വില കുറഞ്ഞിരിക്കുമ്പോൾ ഒരു ഓഹരി വാങ്ങുന്നു, എന്നിട്ട് വില കൂടുമ്പോൾ വിൽക്കുന്നു. അപ്പോൾ നമ്മൾ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ഒരു ഓഹരി, എനിക്ക് എൻ്റെ വില അറിയില്ല, ഞാൻ ഷെയർ മാർക്കറ്റിൽ ഇല്ലാത്ത ആളാണ്. സപ്പോസ് ഹൈപ്പോത്തറ്റിക്കലി 100 രൂപ ആയിരിക്കുന്നു. 100 രൂപയ്ക്ക് നമ്മൾ വാങ്ങുന്നു. അത് അതിൻ്റെ ഒരു 1000 ഓഹരി വാങ്ങി, അല്ലെങ്കിൽ 10 ഓഹരി വാങ്ങി, കണക്ക് കൂട്ടാൻ എളുപ്പമാണ്. അപ്പോൾ 1000 രൂപയ്ക്ക് വാങ്ങി. അതിൻ്റെ വില 200 രൂപ ആകുമ്പോൾ ഞാൻ വിൽക്കുന്നു. അപ്പോൾ എനിക്ക് എത്ര കിട്ടുന്നു? 2000 രൂപ കിട്ടുന്നു. 100 രൂപ 1000 രൂപ ലാഭം ഉണ്ടായി. ഇതാണ് ഓഹരി കച്ചവടം. ഇതുപോലെ ഓഹരികളുടെ വിലയെ കുറയാം. അപ്പോൾ ഇതുപോലെ അതിന് ലോങ് പൊസിഷൻ എന്ന് പറയും. അതായത് നമ്മൾ ദീർഘകാലം കാത്തിരിക്കണം. ഒരു ഓഹരി വാങ്ങിയിട്ട് കുറേ കാലം കഴിയുമ്പോൾ, ചിലപ്പോൾ നാളെ ആവാം, മറ്റന്നാളാവാം, അല്ലെങ്കിൽ ഒരു വർഷം കഴിഞ്ഞാവാം, അതിൻ്റെ വില കൂടുമ്പോൾ വിൽക്കും. ലോങ് പൊസിഷനാണ്. ഇതിന് ഒരു ഷോർട്ട് ടൈം അല്ലെങ്കിൽ ഷോർട്ട് പൊസിഷനുണ്ട്. ഷോർട്ട് സെല്ലിംഗ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ കരുതുക, എനിക്കങ്ങ് തോന്നുകയാണ് SBIയുടെ ഓഹരിയുടെ വില കുറയാൻ സാധ്യതയുണ്ട്. അപ്പം ഞാൻ എന്ത് ചെയ്യും? സിനു ഒരു ഷെയർ ബ്രോക്കറാണ്. ബ്രോക്കറോട് ഞാൻ പറയുന്നത്, എനിക്ക് കുറച്ച് ഓഹരി കടമായിട്ടതാ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ, ഞാൻ കാശ് കൊടുക്കുന്നില്ല, അത് ഞാൻ മേടിക്കുന്നു, എന്നിട്ട് ഞാനത് വിൽക്കും. വില എനിക്കറിയാം ഇത് കുറയാൻ പോവാണെന്ന്, അല്ലെ കുറയണം എന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ്. ആ സമയത്ത് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ കുറച്ച് ഓഹരികൾ സിനുവിൻ്റെ പക്കൽ, ഓഹരി ദല്ലാളായ സിനുവിൻ്റെ പക്കൽ നിന്ന് ഞാൻ കടമായി വാങ്ങുന്നു, എന്നിട്ട് ഞാൻ ഓപ്പൺ മാർക്കറ്റിൽ വിൽക്കുന്നു. അപ്പോൾ കുറച്ച് കഴിയുമ്പോഴത്തേക്കും ഞാൻ പ്രതീക്ഷിച്ച പോലെ വില കുറഞ്ഞു. അതായത് 100 രൂപയ്ക്ക് വാങ്ങി, അതിൻ്റെ വില 50 രൂപയായി. എന്നിട്ട് ഞാൻ എന്ത് ചെയ്യുന്നു? ഈ സാധനം മേടിച്ച് എൻ്റെ കൈ വെക്കുന്നു. അപ്പം ഞാൻ പൈസ കൊടുക്കാതെ 100 രൂപയുടെ ഓഹരി ആടെ ചെയ്ത് വാങ്ങി, സിനുവിൻ്റെ കക്കലിൽ നിന്ന് വാങ്ങിക്കഴിഞ്ഞപ്പോൾ ഞാൻ വിചാരിച്ച പോലെ ഓഹരിയുടെ വില കുറഞ്ഞു. വാങ്ങിയ ഓഹരി ഞാൻ ഓപ്പൺ മാർക്കറ്റിൽ വിറ്റു, 100 രൂപയ്ക്ക് വിറ്റു. 100 രൂപ എൻ്റെ കയ്യിലേക്ക് വന്നു. ഈ സാധനം അപ്പം പിന്നെ പറ്റിയപ്പോൾ എന്താ, എനിക്ക് 100 രൂപ കിട്ടി. ഞാൻ വിചാരിച്ച പോലെ വില കുറഞ്ഞ 50 രൂപയായി. അപ്പം ഞാൻ കൊടുത്തത് പ്രശാന്തനാണ് കൊടുത്തത്. പ്രശാന്തിൻ്റെ കയ്യിൽ 50 രൂപയ്ക്ക് മേടിച്ചു ഞാൻ. അപ്പോൾ എനിക്ക് എത്ര രൂപ കിട്ടി? 50 രൂപ എനിക്ക് കിട്ടി. എന്നിട്ട് ഞാൻ ഈ സാധനം എന്ത് ചെയ്യുന്നു? കുറച്ച് കഴിയുമ്പോഴത്തേക്ക് വില കൂടുകയാണ്. അപ്പോൾ ഞാനിത് ബ്രോക്കർക്ക് ഈ ഓഹരി തിരിച്ചു കൊടുക്കുന്നു. ഒന്നും അറിയാതെ എൻ്റെ കയ്യിലേക്ക് കുറേ കാശ് കിട്ടുന്നു. അതായത് ഞാൻ പണം മുടക്കുന്നില്ല, ഞാൻ കടം മേടിക്കുന്നു. ഈ ഓഹരിയുടെ വില കുറയുമെന്ന് എനിക്കറിയാം. കുറയുമെന്ന് അറിഞ്ഞുകൊണ്ട് മറ്റൊരു കസ്റ്റമറെ കബളിപ്പിച്ച് അവന് വിൽക്കുന്നു. കുറഞ്ഞു കഴിയുമ്പോൾ അവൻ്റെ കാശ് പൂരിക്കുക, എങ്ങനെയും വിറ്റാൽ മതി എന്നപ്പോൾ അവൻ്റെ ഞാൻ മേടിക്കുന്നു. വില കൂടുമ്പോൾ ഞാൻ എന്ത് ചെയ്യുന്നു? ഈ സാധനം വിൽക്കുന്നു, ബ്രോക്കർക്ക് തിരിച്ചു കൊടുക്കുന്നു. തിരിച്ചു കൊടുക്കുമ്പോൾ ഇടനിലക്കാരനായി എനിക്ക് കുറേ കാശ് കിട്ടുന്നു. ഇതാണ് ഷോർട്ട് സെല്ലിംഗ്. ഒരു അധാർമികമാണോ എന്ന് ചോദിച്ചാൽ അധാർമികമാകുന്നത് ഒരു പ്രത്യേക ഘട്ടത്തിലാണ്. സ്വാഭാവികമായും ഇപ്പം നമ്മുടെ ഊഹക്കച്ചവടം എന്നാണല്ലോ ഷെയർ മാർക്കറ്റിനെ പറയുന്നത്. വല്ല ഊഹത്തിലാണ്. ഊഹത്തിൻ്റെ അടിസ്ഥാനത്തിൽ വില കുറഞ്ഞാൽ അതിനകത്ത് അധാർമികതയില്ല. അതേസമയം ഞാൻ പ്ലാൻ ചെയ്യുകയാണ്, അദാനിയുടെ ഓഹരി വില കുറയ്ക്കണം എന്ന് ഞാൻ തീരുമാനിക്കുന്നു. കുറയ്ക്കാൻ വേണ്ടി ഞാൻ കുറേ പണിയെടുക്കാൻ പോവാം. അപ്പോൾ സിനു അദാനിയാണ്. അദാനിയുടെ ഒരു 10,000 ഷെയർ എനിക്ക് വേണം. അപ്പോൾ ഞാൻ ബ്രോക്കറോട് പറയുന്നത്, എനിക്കൊരു 10,000 ഷെയർ ലോണായിട്ട് വായ്പയായിട്ടതാ. അപ്പോൾ വായ്പയായിട്ട് എനിക്ക് പണം മുടക്കൊന്നുമില്ല, തന്നു. ഞാനത് ഓപ്പൺ മാർക്കറ്റിൽ വിൽക്കുകയാണ്. എനിക്കറിയാം ഇത് കുറയുമെന്ന്, അല്ലെ കുറയ്ക്കണമെന്ന് ഞാൻ തീരുമാനിച്ചിട്ടുണ്ട്. ഇങ്ങനെ മേടിച്ച് ഞാൻ ഓപ്പൺ മാർക്കറ്റിൽ വായ്പയായി മേടിച്ച അദാനിയുടെ ഷെയർ ഞാൻ ഓപ്പൺ മാർക്കറ്റിൽ കൊടുക്കുന്നു. എന്നിട്ട് ഞാൻ അദാനി വലിയ കൊള്ളക്കാരനാണ്, അവിടെ തട്ടിപ്പ് നടത്തിയെന്നൊക്കെ പറഞ്ഞ് വലിയൊരു സ്കാം അഴിച്ചു വിടുന്നു. ഉടനെ ഓട്ടോമാറ്റിക്കലി അദാനിയുടെ ഷെയർ വാല്യൂ കുറയും. അപ്പോൾ ഞാൻ ഷെയർ ബ്രോക്കറുടെ കയ്യിൽ നിന്ന് വായ്പയായി വാങ്ങി പ്രശാന്തിന് വിറ്റ 1000 ഓഹരിയുടെ വില കുറഞ്ഞു. എങ്ങനെ കുറഞ്ഞു? അദാനിയുടെ വാല്യൂ കുറഞ്ഞുകൊണ്ട്. അദാനിയുടെ വാല്യൂ എങ്ങനെ കുറച്ചു? ഞാൻ മനഃപൂർവ്വം കുറച്ചു. എന്നിട്ട് ഈ ഓഹരി എന്ത് ചെയ്തു? ഈ കാശ് പോയിരിക്കുന്ന പ്രശാന്തിൻ്റെ പക്കൽ നിന്ന് ഈ ഓഹരി ഞാൻ വാങ്ങിച്ചെടുത്തിട്ട് ഞാൻ ഉയർന്ന വിലയ്ക്ക് വിറ്റ് അത് ആർക്ക് കൊടുക്കുന്നു? തിരിച്ചു കൊടുക്കുന്നു, ബ്രോക്കർക്ക് കൊടുക്കുന്നു. ഇടനിലക്കാരായി നിൽക്കുന്ന എനിക്ക് കുറേ കാശ് കിട്ടി. ഇങ്ങനെ നമ്മുടെ ഹിൻഡൻബർഗിന് അദാനിക്കെതിരെ
ആക്ഷേപം ഉന്നയിച്ച് മൗറീഷ്യസിലും ഒക്കെയുള്ള കടലാസ് കമ്പനികളിൽ അദാനിക്ക് നിക്ഷേപമുണ്ടെന്നും അദാനി അവിടുത്തെ കടലാസ് കമ്പനികൾ വഴി ഇവിടെ നിക്ഷേപം നടത്തി കൃത്രിമമായ അദാനിയുടെ റേറ്റ് കൂട്ടി തട്ടിപ്പ് നടത്തി എന്നൊക്കെയാണ് ഹിൻഡൻബർഗിൻ്റെ ആക്ഷേപം. ഈ ആക്ഷേപം ഉന്നയിച്ച ഹിൻഡൻബർഗ് അതിനു മുമ്പേ തന്നെ അദാനിയുടെ കുറേ ഓഹരികൾ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. എന്നിട്ട് ഇവർ റിപ്പോർട്ട് പുറത്തുവിട്ട് അദാനിയുടെ മൂല്യം ഇടിച്ചത് വഴി ഈ ഷോർട്ട് സെല്ലിങ് നടത്തി $4 മില്യൺ ഹിൻഡൻബർഗിന് കിട്ടി. 4 ബില്യൺ ആലോചിച്ച് നോക്കി. അപ്പോൾ നമ്മുടെ രാജ്യത്ത് ഒരു വലിയ കോലാഹലം ഉണ്ടാക്കി ഒരു അദാനിയുടെ ഷെയറിൻ്റെ വില കുത്തനെ തകർന്ന് വീണ വഴി ഈ ലാഭം ഉണ്ടാക്കിയതാരാണ്? ഹിൻഡൻബർഗാണ്. അപ്പോൾ ഹിൻഡൻബർഗിന് എങ്ങനെ മനസ്സിലായി അദാനിയുടെ ഓഹരി മൂല്യം കുറയുമെന്ന്? അയാൾ മനഃപൂർവ്വം, കാരണം ഇയാൾ ഒരു റിപ്പോർട്ട് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ആ റിപ്പോർട്ട് പബ്ലിഷ് ചെയ്യുമ്പോൾ കുറയും. അപ്പോൾ എനിക്കിതിൽ ലാഭം ഉണ്ടാകണം. അപ്പോൾ ഹിൻഡൻബർഗിൻ്റെ വിശ്വാസ്യത എന്താണ്? ഇതാണ്, അയാൾക്ക് ലാഭം ഉണ്ടാക്കുക എന്നുള്ളത് മാത്രമാണ്. അതിലൂടെ പക്ഷേ നമ്മുടെ രാഷ്ട്രീയക്കാർ ഇത് വല്ലാതെ മുതലെടുത്തു അല്ലേ. അപ്പം നമ്മുടെ രാജ്യത്തെ സമ്പദ് വ്യവസ്ഥ ആകെ തകർക്കാൻ അദാനി വലിയ പ്രശ്നമാണ്. ഇപ്പം രാഹുൽ ഗാന്ധി പറഞ്ഞു ഓർക്കുന്നില്ലേ? രാഹുൽ ഗാന്ധി ഈ എക്സിറ്റ് പോൾ ഫലമൊക്കെ വന്നപ്പോഴത്തേക്ക് BJPക്ക് 400+ സീറ്റ് കിട്ടുന്നായിരുന്നു ഏതാണ്ട് എല്ലാ എക്സിറ്റ് ഫലങ്ങളും പറഞ്ഞത്. അപ്പോൾ നമ്മുടെ മാർക്കറ്റ് ഭയങ്കരമായിട്ട് കുതിച്ചു കയറിയിട്ട് വോട്ടെണ്ണൽ ദിവസം BJP ഒന്ന് വലിഞ്ഞ് ഇഴഞ്ഞ് പോയപ്പോഴത്തേക്ക് കുത്തനെ ഓഹരി വീണു. ഉടനെ രാഹുൽ ഗാന്ധി പത്രസമ്മേളനം നടത്തിയിട്ട് പറഞ്ഞു 30 ലക്ഷം കോടിയുടെ അഴിമതിയാണ്. എക്സിറ്റ് പോൾ ഫലം കൃത്രിമമായി BJPയും ഇവിടെ സ്റ്റോക്ക് മാർക്കറ്റ് അദാനി അവരും ഒക്കെ ആയിട്ട് കൃത്രിമമായിട്ട് ഉണ്ടാക്കിയിട്ട് വലിയ ഹൈപ്പ് ഉണ്ടാക്കി ജനങ്ങളുടെ 30 ലക്ഷം കോടി തട്ടിയെടുത്തു. ഇപ്പോൾ അതേ തകർന്നിരിക്കുന്നു. ആളുകളുടെ 30 ലക്ഷം കോടി പോയി. ഇത് വലിയ സ്കാമാണ്, ഇതിനെക്കുറിച്ച് അന്വേഷിക്കണം എന്നൊക്കെ പറഞ്ഞ് രാഹുൽ പപ്പുമോൻ ഒരു പത്രസമ്മേളനം നടത്തി. അതെ, BJP സർക്കാർ അധികാരം ഏറ്റെടുത്തപ്പോൾ വീണ്ടും കുതിച്ചു കയറി. രാഹുൽ പിന്നെ മിണ്ടിയില്ലല്ലോ. എവിടെ പോയി 30 ലക്ഷം രൂപയുടെ അഴിമതിയാരോണം മലയാള മനോരമയും മാതൃഭൂമിയും ഏഷ്യാനെറ്റും ഒക്കെ വെണ്ടയ്ക്കായും മത്തങ്ങായും ഒക്കെ നിർത്തി ചർച്ച നടത്തിയില്ലേ? സർക്കാർ അധികാരത്തിൽ വരുന്നതിന് മുമ്പ് തന്നെ അമിത്ഷാ പറയുകയും ചെയ്തു. അമിത്ഷാ അന്ന് പറഞ്ഞു എന്താണെന്നറിയോ? എന്തൊക്കെയാണെങ്കിലും റിസൾട്ട് വരും, ഓഹരിയിലുള്ള ഒരു പരമാവധി ഷെയർ മേടിച്ചോ, ഞങ്ങൾ തന്നെ വരും എന്ന് പറഞ്ഞു. അത് ഉദാഹരണം ചൂണ്ടിക്കാണിച്ചിട്ടാണ് ഈ മഹാൻ പറഞ്ഞത്. എന്താണ്? ഇത് വലിയ അഴിമതിയാണ്, കുംഭകോണമാണ്, ജനങ്ങളുടെ 30 ലക്ഷം കോടി തട്ടിച്ചു എന്ന് പത്രസമ്മേളനം നടത്തിയ ഈ വിവരദോഷിയായ പ്രതിപക്ഷ നേതാവ് പിന്നീട് അതേക്കുറിച്ച് കാമാന്ന് മിണ്ടിയിട്ടില്ലല്ലോ. കാരണം സർക്കാർ അധികാരമായിട്ട് വീണ്ടും പഴയ പോലെ പോയി. 30 ലക്ഷം കോടി രൂപ ജനങ്ങളുടെ പോയി. എന്താണ് ഈ പുങ്കുവൻ മിണ്ടാത്തത്? ബേസ്ലെസ് ആരോപണമല്ല, രാജ്യത്തെ എങ്ങനെയെങ്കിലും തകർക്കുക, രാജ്യത്തിൻ്റെ സമ്പദ് വ്യവസ്ഥ തകർക്കുക. ഇപ്പോൾ ഡൊണാൾഡ് ലൂ എന്ന് പറയുന്ന അമേരിക്കൻ അട്ടിമറി വിദഗ്ധനായ അമേരിക്കൻ ചാരനെന്ന് തന്നെ വേണമെങ്കിൽ വിളിക്കാമെന്ന ബംഗ്ലാദേശിലെ സർക്കാരിനെ അട്ടിമറിച്ച, ഇന്ത്യയിൽ വന്നിട്ട് ഡൽഹിയിൽ വരാതെ ചെന്നൈയിൽ പോയി DMK നേതാവ് സ്റ്റാലിനെ തിരഞ്ഞെടുപ്പിന് മുമ്പ് കണ്ട ഈ ഡൊണാൾഡ് ലൂ എന്ന് പറയുന്ന അമേരിക്കൻ സ്റ്റേറ്റ് ജോയിൻറ്റ് സെക്രട്ടറിയെ വൈറ്റ് ഹൗസിൽ വെച്ച് രാഹുൽ ഗാന്ധി രഹസ്യമായി കണ്ട് എന്താ ചർച്ച ചെയ്തത്? രാഹുൽ വിദേശത്ത് പോയി പല രാജ്യങ്ങളിലും പറഞ്ഞ എന്താ? ഇന്ത്യയുടെ കാര്യത്തിൽ ഇടപെടണം വിദേശ രാജ്യങ്ങൾ. ഇയാൾക്ക് ഇലക്ഷൻ എന്താ ജയിക്കൂല. ഇയാളുടെ ഈ പുങ്കത്തരവും വിഡ്ഢിത്തരവും പപ്പുത്തരവും കണ്ട ജനം വോട്ട് ചെയ്യത്തില്ല എന്ന് വന്നപ്പോൾ ജയിക്കാൻ 15 വർഷമായിട്ട് പുറത്ത് നിൽക്കുക. അധികാരത്തിൽ കയറാൻ ഒരു മാർഗ്ഗമില്ല. 15 വർഷത്തിലേക്ക് ഈ സർക്കാർ പോകാൻ പോവുക. ഗതികെട്ട് ഹതാശനായി വിദേശ രാജ്യങ്ങളിൽ ചെന്ന് ഇന്ത്യൻ പൊളിറ്റിക്സിൽ ഇടപെടണം എന്ന് പറയുന്ന ഒരു വിവരദോഷിയാണ് നമ്മുടെ പ്രതിപക്ഷ നേതാവ്. ഇദ്ദേഹത്തിൻ്റെ അമ്മൂമ്മ ഇന്ദിരാഗാന്ധിയോട് വിദേശത്ത് നിന്നപ്പോൾ ഇന്ത്യയിലെ രാഷ്ട്രീയത്തെക്കുറിച്ച് ചോദിച്ചപ്പോഴത്തേക്ക് ഇന്ദിരാഗാന്ധി നോ കമൻറ്റ്സ്, എൻ്റെ രാജ്യത്തെ കാര്യം ഞങ്ങൾ നോക്കണം, നിങ്ങൾ ഇടപെടേണ്ട എന്ന് പറഞ്ഞ മഹതിയാണ് ഇന്ദിരാഗാന്ധി. അങ്ങനെയുള്ളൊരു മഹതിയുടെ ചെറുമകനാണ് വിദേശത്ത് എന്ന് സായിപ്പന്മാരോട് എന്നെ ഒന്ന് പ്രധാനമന്ത്രിയാക്കണേ, അതിന് നിങ്ങളൊന്ന് ഇടപെടെന്ന് പറയുന്നത്. അപ്പോൾ ഇന്ദിരാഗാന്ധിയുടെ രക്തം തന്നെയാണോ ഇയാളുടെ രക്തം? സംശയമുണ്ട്. കാരണം CPM ഇന്നാൾ ചോദിച്ചല്ലോ, ഏതൊരു CPM നേതാവ് ചോദിച്ച വലിയ വിവാദമായി രാഹുൽ ഗാന്ധിയുടെ DNA പരിശോധിക്കേണ്ടതാണ്. കാരണം എങ്ങനെയും അധികാരത്തിൽ വരിക, അതിന് രാജ്യത്തെ തകർക്കുക, ഇതാണ് അദ്ദേഹത്തിൻ്റെ ഏക അജണ്ട. അതിൻ്റെ ഭാഗമായി നടത്തുന്ന കുറേ സ്കാം വിദേശത്തുള്ള ഏജൻസികളെയൊക്കെ കൂട്ടുപിടിക്കുന്നു. ഓർക്കുന്നില്ലേ പാകിസ്ഥാൻ? പാകിസ്ഥാനേക്കാളും പട്ടിണിയുടെ കാര്യത്തിൽ ഇന്ത്യ പുറകിലാണെന്ന്. ഒരു ചാക്ക് ഗോതമ്പ് കിട്ടാൻ വേണ്ടി അവിടെ തെരുവുദ്ധം നടക്കുക. ഇവിടെ കേരളത്തിലെ സച്ചിദാനന്ദൻ പറഞ്ഞിരുന്നു ലാഹോർ ലോകത്തിൻ്റെ സാംസ്കാരിക തലസ്ഥാനമാണെന്ന്. ധാക്ക ഹാപ്പിനെസ് ഇൻഡെക്സിൽ ഇന്ത്യക്കാൾ മുന്നിലാണെന്ന് സർവേ. ഇപ്പോൾ എവിടെയാ? മാധ്യമ സ്വാതന്ത്ര്യത്തിൽ ഇന്ത്യയെക്കാളും ബഹുഘാതം മുന്നിലാണ് അഫ്ഗാനിസ്ഥാനും ബംഗ്ലാദേശും പാകിസ്ഥാനും എന്നുള്ള ഇൻ്റർനാഷണൽ റിപ്പോർട്ടുകൾ ഇവിടെ തള്ളിക്കൊണ്ടു വന്നായിരുന്നു. അവിടെ ഒരു പ്രസ് ക്ലബിൻ്റെ സെക്രട്ടറിയെ തല്ലിക്കൊന്ന് കെട്ടിത്തൂക്കി.
കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതാവുക. ഇവിടെ പ്രസ് ക്ലബിനും അനുശോചനയില്ല, ഇന്ത്യയിലെ മാധ്യമപ്രവർത്തകർക്കും അനുശോചനയില്ല. പ്രസ് ക്ലബ് ഓഫ് ഇന്ത്യ എന്ന് പറഞ്ഞ് അവിടെ ഈ ധന്യ രാജേന്ദ്രൻ്റെയൊക്കെ ഒരു സംവിധാനമുണ്ട് ഡൽഹിയിൽ. അവരറിഞ്ഞിട്ടുമില്ല, നമ്മുടെ മാധ്യമങ്ങൾ അറിഞ്ഞില്ല. കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റിൻ്റെ പോളിറ്റ് ബ്യൂറോ അനുശോചനവും പാസ്സാക്കിയിട്ടില്ല. എന്നിട്ട് ഹിൻഡൻബർഗ് എന്ന് പറഞ്ഞ് വരിക. ഇപ്പോൾ എന്താ, സെബി നോക്കൂ, ഈ വിവാദം സുപ്രീം കോടതിയിലെത്തി. സുപ്രീം കോടതി സെബി അന്വേഷിക്കാൻ പറഞ്ഞു. സെബി കേസിൽ ഇതിനകത്ത് പച്ചക്കള്ളമാണ്, കെട്ടിച്ചമച്ച വ്യാജ റിപ്പോർട്ടാണെന്ന് സെബി പറഞ്ഞു. സുപ്രീം കോടതി കൊടുത്തു. സുപ്രീം കോടതി അംഗീകരിച്ചു. ഇന്ത്യയുടെ പരമോന്നത നീതിപീഠം ഹിൻഡൻബർഗ് റിപ്പോർട്ട് അവാസ്തവമാണ്, കെട്ടിച്ചമച്ചതാണ് എന്ന് കണ്ടെത്തി ക്ലോസ് ചെയ്ത വിഷയമാണ്. വീണ്ടും ഹിൻഡൻബർഗിലേക്ക് തള്ളിക്കൊണ്ടുവരിക. അപ്പോൾ ഇവരുടെ ലക്ഷ്യം വേണ്ടി ഹിൻഡൻബർഗിന് കുറേ കൂടെ കാശ് വേണം. അപ്പോൾ അദാനിയുടെ ഓഹരി വില ഇടിക്കണം. ഇടിഞ്ഞ് കഴിയുമ്പോഴത്തേക്ക് ഇയാളിപ്പോൾ കുറേ മേടിച്ച് വെച്ചിട്ടുണ്ടാവും. അത് കഴിയുമ്പോൾ അത് മെറിച്ച് ഷോർട്ട് സെല് ചെയ്യണം, കുറേ കാശ് കൂടെ ഉണ്ടാക്കണം. പ്രീ പ്ലാന്റ് ആണെന്ന് ഒന്നും വ്യക്തമായി. വീണ്ടും അതേ നാടകം നയിക്കുകയാണ്. അപ്പോൾ ഇതിപ്പോൾ ഒരു കാര്യം, ഇപ്പോൾ രാഹുൽ ഗാന്ധിയെ പോലെയുള്ള മഹാബുദ്ധിശാലിയായ ഇന്ത്യയുടെ എക്കാലത്തെയും ഭാവി പ്രധാനമന്ത്രി ഇത് ഏറ്റെടുക്കുമായിരിക്കും. അപ്പോൾ ഇത് കുറേ കാലമായി. അപ്പോൾ എനിക്കിപ്പോഴും പറയാനുള്ളതെന്നറിയോ, അന്ന് അമിത്ഷാ പറഞ്ഞ പോലെയാണ്. ഇപ്പോൾ ചിലപ്പോൾ ഒരുപക്ഷെ ഇവൻ ഉണ്ടാക്കുന്ന വിവാദം കാരണം ചിലപ്പോൾ ഓഹരിയിൽ ചെറിയ ഒരു ക്രാഷ് ഉണ്ടാവുമായിരിക്കാം. എങ്കിൽ നല്ല സമയമാണ് ഓഹരിയിലുള്ളൊരു പരമാവധി ഓഹരി മേടിച്ച് വെക്കുക. 2-3 ആഴ്ചക്കുള്ളിൽ ഇത് തിരിച്ചു കയറും. ഇഷ്ടംപോലെ പൈസ ഉണ്ടാക്കാം, ഇഷ്ടംപോലെ പൈസ. ഇപ്പോൾ സെബിയുടെ മാധവ് ബുച്ചൊക്കെ പറയുന്നത്, അവർ സെബി അധ്യക്ഷയാണ്, അവർക്ക് വിദേശ കമ്പനികളിൽ നിക്ഷേപമുണ്ട്. നമ്മൾ ഓർക്ക് വിദേശ കമ്പനികളിൽ നിക്ഷേപമുണ്ടെന്നൊക്കെ പറഞ്ഞാൽ വലിയ കാര്യമാണെന്ന്. ഇപ്പോൾ റിലയൻസ്, എനിക്ക് റിലയൻസിൽ നിക്ഷേപമുണ്ടെന്ന് പറയാം. ഓരോ ഓഹരി എടുത്താലും ഞാനും നിക്ഷേപമാണ്. ചിലപ്പോൾ 500 രൂപ മതിയായിരിക്കും ഒരു ഓഹരിക്ക്. കൊച്ചി കപ്പൽ നിർമ്മാണശാലയിൽ എനിക്ക് നിക്ഷേപമുണ്ട് എന്ന് പറയാം. ചിലപ്പോൾ 2000 രൂപ കൊടുത്ത് ഓഹരി മേടിച്ച് വെച്ചിട്ടുണ്ടാവും എന്ന് പറയുന്ന പോലെ. ആർക്കാ ഈ രാജ്യത്ത് മാധവി ബുച്ചയ്ക്ക് അല്ലെങ്കിൽ നരേന്ദ്രമോദിക്ക് പോലും ഒരു കമ്പനിയിൽ ഷെയർ എടുക്കാൻ ഈ രാജ്യത്ത് വിലക്കുമല്ല ഉണ്ടോ? ഒന്നുമില്ല. അതോടെ നിക്ഷേപമോ, എത്ര നിക്ഷേപമൊന്നുമില്ല. ചിലപ്പോൾ ഒരു ഷെയർ 10 ഷെയറൊക്കെ ആയിരിക്കും. നമ്മുടെ പ്രേക്ഷകരിൽ എത്ര പേർക്ക് ഷെയർ ഉണ്ടാവും? പല സ്ഥാപനങ്ങളിൽ 1 ഷെയർ മുതൽ 1000 ഷെയർ വരെയുള്ളവർ ചിലപ്പോൾ കാണുമായിരിക്കും. അത് റിലയൻസിൽ 100 ഷെയർ ഉണ്ടെന്ന് പറഞ്ഞ് നിങ്ങളാണോ റിലയൻസിൻ്റെ മുതലാളി? നിങ്ങൾക്ക് ആ ഷെയർ അവിടെ നിക്ഷേപമായിട്ട് കിടക്കും, അതിൻ്റെ ലാഭവിഹിതം കിട്ടും, ഇത്രയല്ലേ ഉള്ളൂ. അപ്പോൾ ഒരു കമ്പനിയിൽ നിക്ഷേപമുണ്ട് എന്ന് പറഞ്ഞാൽ വലിയ ആനക്കാരിയാണെന്നാണ് ഇവിടുത്തെ മാധ്യമങ്ങൾ പറഞ്ഞത്. ഈ പറഞ്ഞ മാധ്യമ പുങ്കവന്മാർക്കും ചിലപ്പോൾ കാണും ഷെയറിൽ കുറച്ച് പൈസ. അതൊക്കെ മറച്ചു വെച്ചിട്ട് ആളുകളെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടിയിട്ട് നിക്ഷേപമുണ്ട് എന്നൊക്കെ പറയുകയാണ്. ഇപ്പോൾ എനിക്ക് രസകരമായി തോന്നുന്നൊരു കാര്യം എന്ന് വെച്ചാൽ, ഇപ്പോൾ സെബി ആണല്ലോ ഈ ഹിൻഡൻബർഗിനെതിരെ അന്വേഷണം നടത്തിയിട്ട് ഹിൻഡൻബർഗിൻ്റെ റിപ്പോർട്ട് വ്യാജമാണെന്ന് സെബി കണ്ടെത്തി. നമ്മുടെ രാജ്യത്തെ എക്കണോമിക് ഈ ഓഹരി ഇടപാടുകളുമായി ബന്ധപ്പെട്ട് അന്വേഷണം നടത്തുന്ന ഏറ്റവും പരമോന്നത ഏജൻസിയാണ് സെബി, അറിയാലോ. അപ്പോൾ സെബി എന്ന് പറഞ്ഞാൽ എന്തോ ഡൂക്ലി സാധനമല്ല. നമ്മുടെ CBI ഒക്കെ പോലെ ഒരു ഈ മാറ്ററിൽ ബാങ്കിങ് ഓംബുഡ്സ്മാൻ എന്നൊക്കെ പറയുന്ന പോലെയുള്ള ട്രൈ എന്നൊക്കെ പറയുന്ന പോലെയുള്ള ഇതിൻ്റെ മൊത്തം ഇൻഷുറൻസ് റെഗുലേറ്ററി കമ്മിറ്റി എന്നൊക്കെ പറയുന്ന പോലെയുള്ള ഒരു ബോഡിയാണ് സെബി എന്ന് വേണേൽ ലളിതമായി പറയാം. ലളിതമായി അത്തരം ഒരു ഏജൻസി അന്വേഷിക്കേണ്ട ഏജൻസി അവരാണ്. കണ്ടെത്തിയപ്പോൾ ഉടനെ സെബിയുടെ തലവനെ ചെയർപേഴ്സണെതിരെ ആക്ഷേപം. ഇനിയിപ്പോൾ നാളെ സുപ്രീം കോടതി വേണം ഒരു കാര്യം പറയായിരിക്കും, ഈ അദാനിയും സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ചന്ദ്രചൂഡും പാല് വാങ്ങുന്നത് ഒരേ ബൂത്തിൽ നിന്നാണ്. ആരോണം ഉന്നയിക്കുമല്ലോ. ആ ബൂത്ത് മിൽക്ക് ബൂത്ത് അദാനിയുടെയാണ്. അപ്പം പൈസ മേടിക്കുന്നു. അപ്പോൾ അദാനിയുടെ മിൽക്ക് ബൂത്തിൽ നിന്നാണ് എന്ന് പറയാം. ആരോപണങ്ങൾ ഉണ്ടാക്കുന്നവർക്ക് ഉണ്ടാക്കാം. രാജ്യത്തെ ഛിന്നമാക്കാൻ, അസ്ഥിരപ്പെടുത്താൻ, കേന്ദ്ര സർക്കാരിനെ ഉപദ്രവിക്കാൻ എന്തു മാർഗവും ചെയ്യുന്ന ഒരു പ്രതിപക്ഷം ഉള്ള കാലത്തോളം ഈ രാജ്യം കത്തിച്ചിട്ടാണെങ്കിലും മോദി ഒന്ന് ഇറങ്ങി കിട്ടിയാൽ മതി എന്നാണ് പറയുന്നത്. അതുകൊണ്ടാണ് ബംഗ്ലാദേശ് ഇന്ത്യയിൽ ആവർത്തിക്കുമെന്ന് നിർലജ്ജം പറയുന്ന കോൺഗ്രസ്സുകാരെ ഈ പ്രതിപക്ഷ നേതാവ് എന്ന് പറയുന്ന കോമാളി ഇതുവരെ തള്ളി പറയാത്തത്. ഒന്ന് ആലോചിച്ചു. ഇപ്പം ബംഗ്ലാദേശ് പോലെ ഇന്ത്യയിൽ ആവർത്തിക്കണം. ബംഗ്ലാദേശിലെ ആളുകളെല്ലാം ഇവിടെ കുറേ ആളുകൾ വളഞ്ഞു വെച്ചിട്ട് ചീഫ് ജസ്റ്റിസിനോട് രാജിവെക്കാൻ പറയുന്നു. ഒന്ന് ആലോചിച്ച് നോക്കിയേ, സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസിനോട് രാജിവെക്കാൻ പറയുക. ഇതെന്ത് അത്തരം ഒരു അവസ്ഥ ഇന്ത്യയിൽ വരണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകളാണ് ഈ പപ്പുമോൻ്റെ ടീം. അങ്ങനെ പറയാതിരിക്കുന്നത്, അങ്ങനെ പറയുന്നത് ശരിയല്ല എന്ന് എനിക്കറിയാം, കൃത്യമായ ശരിയല്ല എന്ന് ബോധ്യത്തോട് ഞാൻ പറഞ്ഞു. പക്ഷേ അദ്ദേഹം കാട്ടിക്കൂട്ടുന്ന പ്രവർത്തികൾ കാണുമ്പോൾ അതല്ലാതെ എന്ത് വിളിക്കും? അത്ര ബാലിശമൊന്നുമില്ല, വിഷലിപ്തമാണ്. എനിക്ക് പ്രധാനമന്ത്രിയാണോ, എനിക്കാവാൻ പറ്റുന്നില്ലെങ്കിൽ രാജ്യം മുടിഞ്ഞു പോകണം എന്ന് കരുതുന്ന ഒരു സാമൂഹ്യ വിരുദ്ധൻ്റെ മനസ്സാണ് നിർഭാഗ്യവശാൽ ഇന്ത്യയിലെ പ്രതിപക്ഷ നേതാവിൻ്റേത്. അതുകൊണ്ട് ഹിൻഡൻബർഗ് റിപ്പോർട്ടുകൾ ഇനിയും വരും. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.